എൻ്റെ ഓർമ്മയിലുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്ന അടുക്കള എന്ന സങ്കല്പം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഗ്യാസ് സ്റ്റവും പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയ മുറിയിലൊരു അടുപ്പും പിന്നെ പുറത്തുവശത്തുണ്ടായിരുന്ന ഒരു അരകല്ലുമായിരുന്നു. ഇന്ന് കാലം മാറി ടെക്നോളജിയൊക്കെ ഒത്തിരി വന്നപ്പോൾ അടുക്കളയിൽ നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ ജോലികളൊക്കെ വേഗം ചെയ്തു തീർക്കാനും സമയം ലാഭിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഈ ഒരു ചോപ്പറാണ്. അപ്പം ഈസി ആയിട്ട് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്ത് കിട്ടും. അതേപോലെ എന്താ പറയുക, ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ ഒത്തിരി സാധനങ്ങൾ കുക്ക് ചെയ്യണമെങ്കിൽ ഏത് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താലും ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് കിട്ടുന്നൊരു വെജിറ്റബിൾ ചോപ്പറാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ എയ്ഡിൻ്റെ ഒരു ചോപ്പറാണിത്. കഴുകി വെക്കാനുമൊക്കെ എളുപ്പമാണ്. അതെൻ്റെ ആദ്യത്തെ കൂട്ടുകാരനാണ് അടുക്കളയിലേത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നിഞ്ചയുടെ ഈ എയർ ഫ്രയറാണ്. ഇപ്പം ഈ എയർ ഫ്രയർ എന്നൊക്കെ പറയുന്നത് എല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് മാറി, പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്നവർക്ക്. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ മീനും ഇറച്ചിയും വെജിറ്റബിൾസും ഒക്കെ ഇതിൽ എയർ ഫ്രൈ ചെയ്ത് എണ്ണയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ നിഞ്ചയുടെ എയർ ചോപ്പറും എൻ്റെ അടുക്കളയിലേക്ക് വന്നു. പിന്നെ ഇതിൽ വേണമെങ്കിൽ അത്യാവശ്യം പിസ്സയൊക്കെ ഉണ്ടാക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിൽ പല ഫെസിലിറ്റീസ് ഉണ്ട്. ഞാനിത് എല്ലാം ഒന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ആകെ ചെയ്യുന്നത് വറക്കാനും പൊരിക്കാനും ഉള്ളതൊക്കെ ഇതിൽ ചെയ്യും. അപ്പം സമയം ലാഭവും ഹെൽത്തിയുമാണ്. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് തോന്നിയൊരു സാധനമായിരുന്നു അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഈ കാണിക്കുന്ന എൻ്റെ ഈ മൈക്രോവേവ് ഓവൻ. കൂടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ അടുപ്പേ വെച്ച് ചൂടാക്കണം. ചിലപ്പോൾ എപ്പോഴും അങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്ക് ഗ്യാസ് നഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദേ ഇത് വന്നപ്പോൾ ജസ്റ്റ് കറണ്ട് എന്നോ എപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായാൽ മതി, ഈ സാധനം വർക്ക് ചെയ്തോളും. അപ്പം ചെറുതാണേലും വലുതാണേലും ചൂടാക്കാനൊക്കെ നമുക്ക് എളുപ്പം. കുക്ക് ചെയ്യുമ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാനും വളരെ എളുപ്പം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഫുഡൊക്കെ ചൂടായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ടുള്ളൂ ഈ ഇലക്ട്രിക് കെറ്റിൽ എൻ്റെ അടുക്കളയിലേക്ക് വന്നിട്ട്. ഈ കമ്പനിയുടെ കെറ്റിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ക്രിപ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ ഇലക്ട്രിക് കെറ്റിൽ വാങ്ങാൻ എനിക്ക് തോന്നിയൊരു കാര്യം മൈക്രോവേവ് ഓവനിലേക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമാണ് ഇതെന്ന് തോന്നി. കുക്കിങ്ങിന് മാത്രമല്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ വെള്ളമൊക്കെ ചൂടാക്കി വെക്കാം. 1.5 ലിറ്ററിൻ്റെ ഈ ഒരു കെറ്റിലും ഇന്ന് എനിക്ക് വളരെ പ്രയോജനമാണ് കേട്ടോ. ഇനി അവസാനമായിട്ടുള്ളത് ദേ ഈ എൻ്റെ ബ്ലെൻഡറാണ്. പണ്ട് അരകല്ലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രസമായിരുന്നു അമ്മയൊക്കെ അരയ്ക്കുന്ന കാണാൻ. ഇന്നിപ്പോൾ ദേ ഇവ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറും എനിക്ക് പല ജാറുകളുണ്ട്. അപ്പോൾ ആ ജാറിലാണ് എല്ലാം അരച്ച് എടുക്കുന്നത്. പല രീതിയിൽ പല ആവശ്യങ്ങൾക്കനുസരിച്ച് അരച്ച് കിട്ടും. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ അടുക്കളയിലെ കൂട്ടുകാർ.